ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. CA പർവം എന്ന് പറയുന്ന സീരീസിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു വിജയഗാഥയെക്കുറിച്ചാണ്. 2025 ICC വനിതാ വേൾഡ് കപ്പിൽ ഇന്ത്യ കിരീടം നേടുകയാണ്. ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ആദ്യ വേൾഡ് കപ്പ് കിരീടമാണ് 2025 2005 തുടങ്ങിയ കാത്തിരിപ്പാണ് 2025 അത് അവസാനിക്കുന്നത്. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2025 ICC വനിതാ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഓൾറെഡി PSC പരീക്ഷയിൽ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളും ഇനി വരാൻ സാധ്യതയുള്ള പോയിന്റുകളും PSC പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. 2025 വനിതാ ലോകകപ്പ് എന്ന് പറയുന്നത് 13ാമത്തെ എഡിഷനാണ്. ICC വനിതാ വേൾഡ് കപ്പിന്റെ 13ാമത്തെ എഡിഷനാണ് 2025 ICC വനിതാ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. 13ാമത്തെ എഡിഷനാണ്. സോ അതിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് നമ്മുടെ ഇന്ത്യയാണ്. ഇതിലെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2005 ഇന്ത്യ ഫൈനലിൽ എത്തിയതാണ്. 2017 അവസാനത്തിൽ ആദ്യം ജയിക്കുമെന്ന് കരുതിയെങ്കിലും ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട് അപ്പോഴും ഇന്ത്യക്ക് നിരാശയാണ് ലഭിച്ചത്. 2025 അവസാനം കാത്തിരുന്ന ആ ഒരു കനക കിരീടം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. വനിതകളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് 2025 ICC വനിതാ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ജേതാക്കൾ ഇന്ത്യയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ ICC വനിതാ വേൾഡ് കപ്പ് നേടുന്നത്. പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. 52 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ പരാജയപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്തിടെ PSC പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്. ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ, ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. ഇനി ഏതൊരു ടൂർണമെന്റ് വരുവാണെങ്കിലും അതിലെ മികച്ച താരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിഫ വേൾഡ് കപ്പ് ആണെങ്കിലും ICC വേൾഡ് കപ്പ് ഒക്കെ ആണെങ്കിലും ആ ടൂർണമെന്റിലെ മികച്ച താരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. സോ 2025 വനിതാ ലോകകപ്പിലെ മികച്ച താരമാണ് ദീപ്തി ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യൻ ഓൾറൗണ്ടർ. 2025 ICC വനിതാ വേൾഡ് കപ്പിലെ മികച്ച താരമാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരാണ്? ദീപ്തി ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യൻ ഓൾറൗണ്ടർ ആണ്. ഇനി പ്ലെയർ ഓഫ് ദി ഫൈനലിലെ മികച്ച താരം ആരാണ്? ഷഫാലി വർമ്മയാണ്. ഷഫാലി വർമ്മയാണ് ഫൈനലിലെ മികച്ച താരം. ഷഫാലി വർമ്മയാണ് ഫൈനലിലെ മികച്ച താരം എന്ന് പറയുന്നത്. എന്നാൽ റീസെന്റ് ആയ ഒരു പരീക്ഷയിൽ ചോദിച്ചത് സെമി ഫൈനലിലെ മികച്ച താരം ആരാന്നാണ് ചോദിച്ചത് കേട്ടോ. സെമി ഫൈനലില് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. ആ കളിയിലെ മികച്ച താരമായിരുന്നു ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്നത്. ആരാണ്? ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്നത്. അപ്പൊ 4 പേരുകൾ ഞാനൊന്ന് ഓർത്തിരിക്കാൻ പറയുകയാണ്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ് ഹർമൻപ്രീത് കൗർ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആണ് ദീപ്തി ശർമ്മ. ഇനി ഫൈനലിലെ മികച്ച താരമാണ് ഷഫാലി വർമ്മ. ഇനി ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്നത് സെമി ഫൈനലിലെ മികച്ച താരമാണ്. ഓൾറെഡി ഹർമൻപ്രീത് കൗറിനെ കുറിച്ചും ജമീമ റോഡ്രിഗസിനെ കുറിച്ചും PSC പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയാണ് ജേതാക്കൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രഥമ കിരീടമാണ്. പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ, ഇനി ഇന്ത്യ 3 തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 തവണ എന്ന് പറയുമ്പോൾ 2005 ആദ്യമായിട്ട് ഫൈനലിലെത്തി, 2017 അതിനുശേഷം ഫൈനലിലെത്തി, അതിനുശേഷം 2025 ഫൈനലിലെത്തുന്നു. ഓക്കെ, അങ്ങനെ 2025 3ാം തവണ എന്താണ് ഇന്ത്യ ചാമ്പ്യൻസ് ആയിട്ട് മാറുകയാണ്. ഇനി ഈ ഫൈനൽ നടന്ന സ്ഥലമാണ് മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഓക്കെ, 2025 ICC വനിതാ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും. ഓക്കെ, 13ാമത്തെ എഡിഷൻ ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും എന്ന് പറയുന്നത്. അതില് ഫൈനൽ മത്സരത്തിന് വേദിയായ ഗ്രൗണ്ടാണ് മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയം. മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണാഫ്രിക്കയുടെ ടീം ക്യാപ്റ്റൻ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോറ വോൾവാർഡ് എന്നാണ്. ലോറ വോൾവാർഡ് ഈ ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റനായിട്ട് അറിഞ്ഞിരിക്കണം എന്നില്ല. പക്ഷേ ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരായിരുന്നു? ലോറ വോൾഡ് വാൾഡ് ആയിരുന്നു.
ഓക്കെ, ലോറ വോൾവാൾഡ് ആയിരുന്നു ഈ ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരം. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ലോറ വോൾവാൾഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ പേരുടെ അറിഞ്ഞിരിക്കുക. ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അറിയണമെന്നില്ല, നിങ്ങൾ എന്തറിഞ്ഞാൽ മതി, വനിതാ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? ലോറ വോൾവാർഡ് എന്ന് പറയുന്ന 571 റൺസ് ആണ് ഈ ലോകകപ്പിന്റെ എഡിഷനിൽ അവർ സ്വന്തമാക്കിയത്. അപ്പോൾ 3 തവണ ഫൈനലിലെത്തി. ഫൈനലിൽ വേദിയായ ഗ്രൗണ്ടാണ് മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയം. ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ വർഷം നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമായിരുന്നു, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. 11/2026 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ ആദ്യമായിട്ട് വനിതാ ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. ഓക്കെ, ഷഫാലി വർമ്മയാണെങ്കിൽ ഫൈനലിലെ മികച്ച താരമാണ്. ദീപ്തി ശർമ്മയാണെങ്കിൽ ടൂർണമെന്റിലെ മികച്ച താരമാണ്. ഓക്കെ, ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ, ഈ വർഷം നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്, 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഫൈനലിലെ മികച്ച താരമാണ് ഷഫാലി വർമ്മ. എന്നാൽ സെമി ഫൈനലിലെ മികച്ച താരമാരാണ്? ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സെമി ഫൈനലിലെ താരത്തെ കൂടെ പഠിക്കണം, കാരണം അത് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ജമീമ റോഡ്രിഗസ് ആണ്. ഫൈനലിലാണെങ്കിൽ ആരാണ്? ഷഫാലി വർമ്മയാണ്. സോ CA പർവത്തിന്റെ 6ാമത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ICC വനിതാ വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പഠിച്ചത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിൽ ഒരു പ്രധാന ചോദ്യ മേഖല തന്നെയായിരിക്കും ഈ ഒരു ICC വനിതാ വേൾഡ് കപ്പ് 2025. ഇന്ത്യയും ശ്രീലങ്കയുമാണ് ഹോസ്റ്റ് ചെയ്തത്. ഫൈനലിൽ വേദിയായത് മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയമാണ്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്ന പരീക്ഷകളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിരിക്കും. ഓൾറെഡി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വരുന്ന എക്സാമിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇന്ത്യയുടെ വനിതാ ടീം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് നേടുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു ചോദ്യ മേഖലയാണ്. കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള അപ്ഡേറ്റ്സ് ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ CA പർവ്വത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.